സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്നു വിദ്യാവലിയുടെ കഥ ക്രിസ് പെരേര. തിരക്കഥ സംഭാഷണമാണ് എഡിറ്റിംഗ് ക്രിസ് പെരേര ആൻഡ് അശ്വതി ഗോൾമീസ്. അഭിനേതാക്കൾ നാഷണൽ അവാർഡ് കിട്ടിയ അഭിനേതാക്കൾ കൊച്ചപ്പൻ ചേട്ടൻ, മേരി ചേച്ചി, ജോസഫ്, ശരണ്യ, മിന്നു, ഖന്ന, രവി, രശ്മി, റോഷ്നി ആൻഡ് അശ്വതി. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇനി സ്റ്റേജിൽ ഇതുപോലെ അങ്ങ് കളിച്ചാൽ മതി. എന്നാലും മുദ്രകൾ കുറച്ചുകൂടെ അങ്ങോട്ട് ശരിയാവാനുണ്ട്. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ കണ്ടെത്തിയുള്ള ഒരു 4 മുദ്രകൾ വേറെയുമുണ്ട്. ഞാനത് പഠിപ്പിച്ചു തരാം. ബാ, നമുക്ക് പോയി ഒരു ചായ കുടിക്കാം. വായോ, ഇവിടെയാണ് നമ്മുടെ ഓണപ്പരിപാടികൾ നടക്കുന്നത്. നൈസ്. അയ്യോ, ഞാനൊരു കാര്യം എടുക്കാൻ മറന്നു. ഞാൻ ഇപ്പോൾ പോയി എടുത്തിട്ട് വരാം. ഇതാരാ? ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഹൂ ഈസ് ദിസ്? വോ കോൻ ഹേ? കുട്ടിക്ക് മലയാളം അറിയാവോ? പോടി പിള്ളേരെ, ഇത് മലയാളി തന്നെ. എനിക്ക് കണ്ടാലറിയാം. അതെങ്ങനെ? എടി പിള്ളേരെ, ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ ഓണമുണ്ടതാ. എനിക്കറിയാം. സുമേട്ടത്തി ആരാ മോള്? പുലിയല്ലേ? ഫിലോമിന തളി ആനെ പനിനീരെന്ന് പറയും പോലെ ഇവിടെ പോളാർ ബിയറിനെ കൊണ്ട് പനിനീര് തെളിയിപ്പിക്കുന്ന ആളാ. ഏട്ടത്തിയോട് കളിക്കണ്ടേട്ടോ. നീ ഏതാ കൊച്ചേ? ഞാൻ വിന്ധ്യാവലി. വിന്ധ്യവള്ളിയോ? എന്തു വള്ളി? വള്ളിയല്ല, വിന്ധ്യാവലി. വിന്ധ്യാവലി ഇന്ദ്രസേനൻ. വിന്ധ്യാവലി. എൻ്റെ കൊച്ചുനാളിൽ പോലും ഇതുപോലൊരു പേര് കേട്ടിട്ടില്ല. അത് പിന്നെ ഉമ്മൻചാണ്ടി എന്നും പറഞ്ഞ് ഈ ലോകത്ത് ഒരൊറ്റ പേരല്ലേ ഉള്ളൂ. അതുപോലെയാണ് എൻ്റെ പേര്. നിന്നെ ഇതിനു മുമ്പേ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. നീ എവിടുന്നാ വരുന്നേ? PR കിട്ടാൻ വന്നതാണോ? എൻ്റെ നാട് തൃക്കാക്കരയാണ്. ഞാൻ നൂറ്റാണ്ടുകളായിട്ട്, എൻ്റെ മലയാളം അത്ര അപ്ഡേറ്റഡ് അല്ല. വർഷങ്ങളായിട്ട് ഞാൻ കേരളത്തിൽ വിസിറ്റർ മാത്രമാണ്. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും ചൂടുള്ള രാജ്യത്താണ് താമസിക്കുന്നത്, ബുർക്കിന ഫാസോയിൽ. എന്ത്? ബുക്കിലെ ഫാസിലോ? എന്ത് ബുക്ക്? ഏത് ഫാസിൽ? ബുക്കും ഫാസിലും ഒന്നും അല്ല. ബുർക്കിന ഫാസോ. ബുർക്കിന ഫാസോ, വെസ്റ്റ് ആഫ്രിക്ക. വട്ടാണല്ലേ? വട്ടോ? എന്ത് വട്ട്? നീ ഈ ചൂടത്ത് എന്തിനാ
വിന്റർ വെയറും അതിൻ്റെ കൂടെ ഒരു കുടയുമായി നടക്കുന്നത്? അതൊരു വലിയ കഥയാണ്. കഥയോ? എന്നാൽ പറ കൊച്ചേ. ഇതിപ്പോൾ ഓണക്കാലമല്ലേ, കഥ കേൾക്കാൻ ഞാൻ റെഡിയാണ്. ഉഫ്, ഈ ഏട്ടത്തി എൻ്റെ തനിരൂപത്തെ പുറത്തെടുപ്പിക്കും. ഞാൻ ബുക്കിലെ ഫസൽ. ഓ, ഈ ഏട്ടത്തി കാരണം ഞാൻ വരെ തെറ്റുന്നു. ഞാൻ ബുർക്കിന ഫാസോയിൽ നിന്ന് കേരളത്തിൻ്റെ ഹരിതാഭയും പച്ചപ്പും കാറ്റും തണുപ്പും ഒക്കെ കൊള്ളാൻ പോയതാണ്. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി, എല്ലാവരും പറഞ്ഞ് കേരളം ഗൾഫ് പോലെയായി എന്ന്. ചൂടോ ചൂട്. പിന്നെ കേരളം മൊത്തം ഹൈപ്പർ മാളുകളും. പ്രജകളിൽ ഒരുവൻ പറഞ്ഞു, കേരളത്തിലെ ചൂട് സഹിക്കാൻ വയ്യാതെ ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാം ടൊറൻറ്റോയിലേക്ക് പോവുകയാണെന്ന്. അത് കേട്ട് കുടയും എടുത്ത്, പിന്നെ കുട ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ട്രേഡ് മാർക്കാണ്. കുടയും എടുത്ത് ടൊറൻറ്റോയിലേക്ക് വിമാനം കയറി. അവിടെയും ചൂട് കാരണം മനസ്സുമടുത്ത എന്നോട് ഒരു മലയാളി പറഞ്ഞു, അടുത്ത വിമാനമെടുത്ത് ശൈത്യകാല മേൽക്കുപ്പായവും ഇട്ട് മഞ്ഞക്കത്തിയിലേക്ക് പോകാൻ. ശൈത്യകാല മേൽക്കുപ്പായം, മഞ്ഞക്കത്തി? എന്താ ചേച്ചി ഇവര് പറയുന്നേ? വിന്റർ കോട്ടും യെല്ലോ നൈഫും. അതിനാണ്. മനസ്സിലായില്ലേ? ഇംഗ്ലീഷ് ഇല്ല. ഇവിടെ എയർപോർട്ടിൽ വന്നപ്പോൾ ഇവിടെയും ചൂടും പുകയും. മാറാൻ വേറെ വസ്ത്രമില്ലാത്തതുകൊണ്ട് ചൂടെടുത്ത് വലഞ്ഞു. അങ്ങനെ നിന്നപ്പോൾ ഒരു കൊച്ചപ്പൻ ചേട്ടനെ പരിചയപ്പെട്ടു. ആ പ്രജയോട് ഞാൻ ഇളനീർ കിട്ടുമോ എന്ന് ചോദിച്ചു. കൊച്ചപ്പൻ ചേട്ടൻ എന്നെ ഡൗൺ ടൗണിൽ ഒരു മോളിൽ കൊണ്ടുപോയി. അവിടെ ഒരു പീടികയിൽ കയറിയപ്പോൾ ഒരുത്തൻ വന്നിട്ട്, വെൽക്കം ടു ഓറോവിൽ, നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞു. എന്നിട്ടവൻ വിവരണം തുടങ്ങി. ഇളനീരുണ്ടേ, കപ്പയുണ്ടേ, ശർക്കര വരട്ടിയുണ്ടേ എന്നൊക്കെ. കേരളത്തിൽ പോലും കാണാത്ത സാധനങ്ങൾ അവിടെയുണ്ട്. ഒരു വിശാലമായ ഷോറൂം. അവിടുന്ന് കൊച്ചപ്പൻ ചേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഏട്ടത്തിയേ, എവള് മൊത്തത്തില് വള്ളിക്കെട്ടാണല്ലോ. വള്ളിക്കെട്ടല്ല, പിന്ത്യാവലി. എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ? പറ. ഇവളല്ല, വേഷം മാറി വന്നേക്കുന്ന കള്ളിയാണ്. കള്ളിയോ? എന്ത് കള്ളി? ഇവിടെ എന്തടിച്ചു മാറ്റാനാ? അങ്ങോട്ട് നോക്കിക്കേ, എല്ലാ അവളുമാരും മാലയും വളയും ഇട്ട് ഷോ കാണിക്കുന്നത് കണ്ടില്ലേ? അതടിച്ചോണ്ട് പോകാൻ വന്നതാ. അതിപ്പോ വേറെ ഒരു രാജ്യത്ത് നിന്ന് ഒരുത്തി വിമാനക്കൂലിയും കൊടുത്ത് യെല്ലോ നൈഫിൽ വന്ന് ആൾമാറാട്ട് നടത്തേണ്ട കാര്യമെന്താ? മോഷ്ടിക്കാൻ അല്ലാതെന്തിനാ? ചില കള്ളന്മാർക്ക് നേറ്റീവ് പ്ലേസിൽ മോഷ്ടിക്കുന്നത് ഇഷ്ടമല്ല ഏട്ടത്തിയേ. മോഷ്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡ്യൂട്ടി കൊടുക്കണ്ടായോ? മോഷണ സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല ഏട്ടത്തി. അവൾ പറയുന്ന അവൾ പ്രവാസിയാണെന്ന്, പക്ഷെ പേര് പഴഞ്ചൻ. ഇടയ്ക്കിടയ്ക്ക് ഒരു രാജാപ്പാത്ത് മലയാളം, പ്രജ, നൂറ്റാണ്ട്, ഇളനീര്, മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അയ്യോ, എന്നാൽ വല്ല മാവോയിസ്റ്റ് ആണോ? നമുക്കൊന്ന് ഇൻട്രോഗേറ്റ് ചെയ്യാം. അങ്ങോട്ട് മാറി നിക്കടി. നിന്റെ നാടെവിടെയാ? ബുർക്കിന ഫാസോ. ചേട്ടത്തി, ഞാനൊന്ന് ഗൂഗിള് ചെയ്യട്ടെ. കിട്ടിപ്പോയി.
അതോ 6 ദിവസം നടപ്പ് ദൂരം. നടപ്പു ദൂരമോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നീ കല്യാണം കഴിച്ചാണോ? എൻ്റെ വേളി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കഴിഞ്ഞതാ. കണ്ടോ കണ്ടോ ഏട്ടത്തി, വീണ്ടും നൂറ്റാണ്ടും വേളിയും. നിന്റെ ഭർത്താവിന്റെ പേരെന്താ? ഇന്ദ്രസേനൻ. മകനുണ്ടോ? ഉണ്ട്, ബാണാസുരൻ. ഇവൾ തരികിടയാണ് ഏട്ടത്തി. ബാണാസുര ഡാം അവളുടെ മകന്റെ പേരാക്കി. അത് ശരിയാണല്ലോ. അതെ അതെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതല്ല, ഇതിന്റെ അപ്പുറവും കണ്ടുപിടിക്കും. ഈ കെ ജോസഫ്, അല്ല കെ ജോളി. ജോളി ചേച്ചി നമ്മുടെ സ്വന്തം CID അല്ലേ? അടങ്ങ് പ്രജകളെ, എന്നെ കൊണ്ട് ഇനി ഇത് പറ്റില്ല. ഞാൻ ഒരു പഴയ രാജകുടുംബത്തിലെ അംഗമാണ്. ഓ, അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ കുടുംബം ആയിരിക്കുമല്ലേ? വേഷം കണ്ടാലും പറയും. ഞാൻ നിങ്ങളെ വർഷത്തിലൊരിക്കൽ കാണാൻ വരുന്ന രാജാവ്. നമ്മളെ കാണാൻ വന്നിരിക്കുന്നത് ആരാ എന്ന് മനസ്സിലായോ? നമ്മുടെ പൊന്നു തമ്പുരാൻ മാവേലി മന്നൻ വേഷം മാറി വന്നതാ. ഇതല്ല, ഇതിന്റെ അപ്പുറം കണ്ടുപിടിക്കും ഈ കെ ജോളി. എൻ്റെ ഭർത്താവ് മഹാബലി തമ്പുരാൻ എല്ലാ ആണ്ടും വന്ന് പ്രജകളെ കണ്ട് ഇവരുടെ സ്നേഹവും ബഹുമാനവും അനുഭവിക്കുന്നതല്ലേ. അതിപ്പോ ഇവിടെ എനിക്കും കിട്ടിയാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? യെസ്, യു ആർ റൈറ്റ്. ഞാൻ വിന്ധ്യാവലി ഏലിയാസ് മഹാബലി. ഇത് തുറക്കുന്നില്ലല്ലോ. ആരുടെ? വിന്ധ്യേ, വിന്ധ്യേ, മഹാറാണി എവിടെയാ? വിന്ധ്യേ, നീ എന്താ ഇവിടെ? ദേ മാവേലി. അതെ. അപ്പൊ നീ കള്ളം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കായിരുന്നോ? അല്ല, ഞാൻ മഹാബലിയുടെ ഒരേ ഒരു ഭാര്യയാണ്, വിന്ധ്യാവലി. ഓ, ഇപ്പൊ പിടികിട്ടി. നിങ്ങൾ ഡൈവോഴ്സ് ആണല്ലേ? എന്ത്? അല്ല, നീ ഏതോ ആഫ്രിക്കയിലും മാവേലി പാതാളത്തിലുമല്ലേ താമസം? ഓ ഏട്ടത്തി, എനിക്ക് എൻ്റെ പ്രജകളെ കാണണ്ടേ? ഇദ്ദേഹം ഓണമാകുമ്പോൾ പ്രജകളെ കാണാൻ എന്നും പറഞ്ഞ് കൊട്ടാരം വിട്ടു പോകും. എന്നാൽ എന്നെ കൂട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പാതാളത്തിൻ്റെ ചുമതല എനിക്കാണെന്നും പറഞ്ഞ് പുള്ളി ഒറ്റയ്ക്ക് പോകും. അപ്പോൾ ഓണം കഴിഞ്ഞ് പുള്ളി പാതാളത്തിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് വന്ന് യെല്ലോ നൈഫിലെ പ്രജകളെ കാണാമെന്ന് കരുതി വേഷം മാറി വന്നതാണ്. അപ്പോ ബുർക്കിന ഫാസോ, ഇന്ദ്രസേനൻ, ബാണാസുരൻ ഒക്കെ? അതോ, ബുർക്കിന ഫാസോ ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ രാജ്യമാണ്. നിങ്ങളുടെ സയൻസ് പ്രകാരം പാതാളം ചൂടാണെന്നൊക്കെയാണല്ലോ. അപ്പോൾ ബുർക്കിന ഫാസോ എന്ന് പ്രതീകാത്മകമായി പറഞ്ഞതാണ്. പിന്നെ ഇന്ദ്രസേനൻ മഹാബലിയുടെ മറ്റൊരു പേരാണ്.
പിന്നെ ബാണാസുരൻ. ബാണാസുര സാഗർ ഡാം ഞങ്ങളുടെ മകൻ്റെ പേരിന് ശേഷം ഇട്ടതാണ്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഹോ, എന്തൊക്കെയാണല്ലേ, ഞാനിതൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്നേ. അത് നന്നായി വിന്ധ്യാവലി തമ്പുരാട്ടി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊരു കണ്ണു തുറക്കലാണ്. മാവേലിയുടെ ഭാര്യയുടെയോ മകൻ്റെയോ പേര് ഞങ്ങൾക്കറിയില്ലായിരുന്നു. വിന്ധ്യേ, നീ ഇല്ലാതെ നമ്മുടെ പാതാളത്തിലെ കൊട്ടാരമെല്ലാം തല കീഴായി കിടക്കുക. നീ ഉടനെ തന്നെ തിരികെ വരണം. ഒന്ന് ചുമ്മാ ഇരിക്കേ. ഞാൻ എൻ്റെ പ്രജകളോട് മിണ്ടുവല്ലേ. ഓ, അപ്പോൾ മാവേലി ആയാലും കാട്ടിലെ സിംഹമായാലും ഭർത്താക്കന്മാർക്ക് എവിടെയും ഒരേ ഗതിയാണല്ലേ. ദേ, നിങ്ങൾ വരുന്നുണ്ടോ പ്രജകളെ കാണാൻ? They are waiting. Music. തമ്പുരാട്ടി അപ്പോ അടുത്ത വർഷം വരില്ലേ? ഉറപ്പായി. അപ്പോ ഞങ്ങൾ തമ്പുരാട്ടിയുടെ പേരിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മാവേലി സോങ്സ് മാത്രമേ സ്റ്റോക്കുള്ളൂ. ചാമ്പിക്കോ. Let's get that iconic click for the gram. Everybody slide in. അപ്പൊ എല്ലാവരും പോയി ഓണസദ്യ സെറ്റാക്കൂ. അവർക്ക് സദ്യ ഉണ്ടിട്ട് പാതാളത്തിലേക്ക് പള്ളിയാത്ര പോകേണ്ടതാണ്.